അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൻ അബ്ദില്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റജുലൻ യഖ്റഉ ആയതൻ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഖിലാഫഹ ഫഅഖദതു ബിയദിഹി ഫഅതൈതു ബിഹി റസൂലുള്ളാഹി ഫഖാല കിലാകുമാ മുഹ്സിൻ ലാ തഖ്തലിഫു ഫഇന്ന മൻ കാന ഖബ്ലകും ഇഖ്തലഫു ഫഹലകു. അൽ ബുഖാരി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഒരു ആയത്ത് ഓതുന്നത് ഞാൻ കേട്ടു. അള്ളാഹുവിൻ്റെ ദൂതൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓതുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ അയാളുടെ കൈപിടിച്ച് അയാളെയും കൊണ്ട് റസൂലുള്ളാഹിയുടെ അടുത്തു ചെന്നു. അപ്പോൾ തിരുമേനി അരുളി, നിങ്ങൾ രണ്ടുപേരും ഓതിയത് ശരിയാണ്. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ ഭിന്നിച്ചു, അതിനാൽ അവർ നശിച്ചു. എല്ലാവർക്കും പഠിക്കുവാനും ഗ്രഹിക്കുവാനും സൗകര്യമായ വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി ഖുർആനിനെ നാം എളുപ്പമാക്കി. ജനങ്ങൾക്ക് പ്രയാസം ഇല്ലാതിരിക്കുവാനും കൂടുതൽ അർത്ഥവ്യക്തതയുണ്ടാകുവാനും വേണ്ടിയും ചില പദങ്ങൾ വിവിധ രൂപങ്ങളിൽ പാരായണം ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട്. ഇത് 7 തരത്തിലാവാമെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നു. ഉൻസിലിൽ ഖുർആന അലാ സബ്അത്തി ഹുറുഫ്. ഖുർആൻ 7 ശൈലികളിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുമൂലം ആയത്തിൻ്റെ ആശയത്തിനോ പദങ്ങളുടെ അടിസ്ഥാനത്തിനോ മാറ്റമുണ്ടാവുന്നില്ല. 1. അക്ഷരങ്ങൾ കനപ്പിച്ചോ ലഘുവാക്കിയോ ഉച്ചരിക്കുക. 2. 2 പദങ്ങൾ ഒന്നിച്ചോ വെവ്വേറെയോ ഓതുക. 3. പദങ്ങളുടെ വ്യത്യസ്ത രൂപാവിഷ്കരണങ്ങൾ. 4. ഹർക്കത്തുകളിലുള്ള മാറ്റം തുടങ്ങിയവയാണ് അനുവദനീയമായ പാരായണ ഭേദങ്ങൾ. അവയിലേതു അനുസരിച്ച് പാരായണം ചെയ്താലും അതു ശരി തന്നെ. എന്നാൽ അനുവദിച്ച ഈ രൂപങ്ങൾക്കപ്പുറം ഖുർആനിൽ ഒരു മാറ്റവും വരുത്തുവാൻ പാടില്ലാത്തതാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഖുർആൻ നല്ല പോലെ അറിയുന്നവരാളായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു. ഖുർആനിലെ ഒരായത്ത് നബിയിൽ നിന്ന് ഞാൻ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ ഓതുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അയാളെ കൂട്ടി തിരുമേനിയുടെ സന്നിധിയിൽ ചെന്ന് വിവരം ബോധിപ്പിച്ചു. രണ്ടാളും ഓതുന്ന രൂപം അന്വേഷിച്ച ശേഷം അത് രണ്ടും ശരി തന്നെ എന്ന് തിരുമേനി വിധിച്ചു. ഇസ്ലാമിലെ വിശാലതയാണ് ഇത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു പൊതു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകുകയുണ്ടായി. കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും അതുമാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കുകയും ചെയ്താൽ പല അബദ്ധങ്ങളും സംഭവിക്കും. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ചെയ്യും. മൂസ, ദാവൂദ്, ഈസ അലൈഹിസ്സലാം തുടങ്ങിയ മുൻ പ്രവാചകന്മാർക്ക് ദൈവിക ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിരുന്നത് നമുക്കറിയാവുന്നതാണല്ലോ. പ്രവാചകന്മാരുടെ കാലശേഷം അവരുടെ അനുയായികൾക്ക് ദൈവഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായ തർക്കങ്ങളിലും വിവാദങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ അവർക്കിടയിൽ ഭിന്നിപ്പുളവാക്കുകയും ക്രമേണ അവർ നാശമടയുകയും ചെയ്തു. മുസ്ലിങ്ങൾക്കിടയിൽ ഇത് സംഭവിക്കാതെ സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് പഴുതുള്ള കാര്യങ്ങളിൽ ഒരു കൂട്ടരുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുന്നത് പരസ്പര ഭിന്നിപ്പിന് കാരണമാകും. അത് പാടില്ലെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും തെറ്റു കണ്ടാൽ യുക്തിപൂർവം അത് തിരുത്താൻ ശ്രമിക്കണമെന്നും ഏതെങ്കിലും കാര്യത്തിൽ സംശയമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാവുമ്പോൾ അതിൽ തീർപ്പു കൽപ്പിക്കാൻ യോഗ്യതയുള്ളവരെ സമീപിച്ച് അത് പരിഹരിക്കേണ്ടതാണെന്നും കൂടി ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഹദീസിൽ നമുക്ക് നൽകുന്ന പാഠങ്ങൾ: ഖുർആൻ പാരായണത്തിൽ അബദ്ധം വരാതിരിക്കാൻ ശ്രമിക്കണമെന്നും അനുവദനീയമായ വിവിധ പാരായണ രൂപങ്ങളിലേതും സ്വീകരിക്കാമെന്നും ആരെങ്കിലും തെറ്റു കണ്ടാൽ യുക്തിപൂർവം അത് തിരുത്താൻ ശ്രമിക്കണമെന്നും സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അറിവുള്ളവരെ സമീപിച്ച് പരിഹരിക്കണമെന്നും അനാവശ്യമായി ഭിന്നിക്കുന്നത് നാശകരമാണെന്നുമുള്ളതാണ്. ഈ ഹദീസിലൂടെ കേട്ട കാര്യങ്ങളും നമുക്ക് അറിവ് പകർന്നു തന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ
നമുക്ക് ഏവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.